പ്രകാശൻ മാഷ മറുപടി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താ? വേണു, ഈ വിമർശനം കണക്ക് പറഞ്ഞാൽ മറുപടി എൻ്റെ കയ്യിലുണ്ട്. അത് പറയാനുള്ള സമയം അനുവദിക്കണം എന്നാണ് ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഇവിടെ BRM ഷെരീഫിന് ഖാർഗെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കർണാടക ഗവൺമെൻറ്റും മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ നേരത്തെ 2010-11 കേന്ദ്ര നികുതി വരുമാനത്തിന് 88% ഡിവിസിബിൾ പൂൾ. അതിപ്പോൾ 78.4 കുറച്ചിരിക്കുന്നു. ഇത് തെറ്റാണ് എന്ന് കർണാടകം പറയുന്നു, ഖാർഗെ പറയുന്നു. ഷിഫീനത് അറിയുമെന്ന് എനിക്കറിയില്ല. 2, ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നികുതികൾ മാറ്റിയിട്ട് അതിന് 28.1% അത് സെസ്സും സർചാർജുമായിട്ട് മാറ്റിയിരിക്കുന്നു. കാരണം സെസ്സും സർചാർജിൻ്റെയും വിഹിതം സ്റ്റേറ്റുകൾ കൊടുക്കേണ്ടതില്ല. ഇത് ശരിയല്ല എന്ന് കർണാടകം പറയുന്നു, ഖാർഗെ പറയുന്നു. BRM ഷെരീഫിന് അതറിയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന് മാറ്റം വരുത്തണമെന്നാണ് കേന്ദ്രത്തോട് AICC ആവശ്യപ്പെടുന്നത്. പിന്നെ ഇവിടെ GST വിഹിതം, GST വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST കോമ്പൻസേഷൻ 2ാം ഘട്ടം തുടരണം എന്നാവശ്യപ്പെടുന്നത് ചിദംബരമാണ്. കർണാടകത്തിന് ആവശ്യമുണ്ട്. നേരത്തെ കോൺഗ്രസിന് 3 ഗവൺമെൻറ്റുകൾ അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇത് GSTയുടെ 14% വർധനം ഉണ്ടാക്കുന്നവരെ കോമ്പൻസേഷൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ടാക്കാൻ ഇതുവരെ കേന്ദ്രം മുന്നോട്ടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് 2ാം GST കോമ്പൻസേഷൻ ആരംഭിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഷെരീഫിന് അത് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ശരിയല്ല, 47,662 കോടി 22% വർധന. 22-23 71,968 കോടി 23.36% വർധന. നമ്മുടെ നികുതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. RBI ഈ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയതിൽ പറഞ്ഞിരിക്കുന്നത് നികുതി വരുമാന വർധനയിൽ ഈ കഴിഞ്ഞ കൊല്ലം 1ാം സ്ഥാനത്ത് കേരളമാണെന്നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്, എൻ്റെ കണക്കല്ല. പിന്നെ പണം വെട്ടിക്കുറക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയാം. ഇവിടെ BJPക്കാർ പറഞ്ഞല്ലോ ഏത് പൈസ കിട്ടാനുള്ളത്. കൃത്യമായിട്ട് ഞാൻ പറയാം. ഇവിടെ കേരളത്തോട് മാത്രം കാണിക്കുന്ന അന്യായം, പബ്ലിക് അക്കൗണ്ട്സ് ട്രഷറി നിക്ഷേപം അടക്കാൻ അതിൽ 12,925 കോടി ഉറുപ്പിക പൊതു കടമായിട്ട് കേന്ദ്രം കണക്കാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ട്രഷറിയിലുള്ള പണം കടമായി കണക്കാക്കിയ സ്റ്റേറ്റ് ഉണ്ടോ? ഇവിടെ കടം കണക്കാക്കുന്ന എപ്പോഴാണ്? കടം 24-25 കണക്കാക്കിയാൽ മനസ്സിലാവും. 21-22 മുൻകാല പ്രാബല്യത്തോടെ കണക്കാക്കുന്നത് എന്തിൻ്റെ മേലെയാ? അത് കേരളത്തോട് കാണിക്കുന്ന അന്യായമല്ലേ? അത് തെറ്റാണ് എന്ന് പറയണ്ടേ? കോൺഗ്രസിന് പറയാൻ കഴിയണ്ടേ? കേരളത്തിൽ തന്നെയല്ലേ അവർ ജീവിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കിഫ്ബി അതിൽ 12,520 കോടി രൂപ 4 ഗഡുക്കളായിട്ട് ഇത്തവണ പിടിക്കാൻ തീരുമാനിച്ചു. അത് 3,141 കോടി ഇപ്പോഴാണ്. അത് പഴയ കടത്തിൻ്റെ സംഖ്യയാണ്. അത് തിരിച്ചു പിടിക്കുന്നത് ന്യായമാണോ? അല്ല എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇനി അധികം കടമെടുത്തു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ കടം വെട്ടിക്കുറച്ച് എത്രയാ? 19,618 കോടിയാണ്. ഇവിടെ നേരത്തെ 3.5% കുറച്ച് 3%ആക്കി. കേരളത്തിന് KSEB പിന്നെ പൂട്ടുന്നില്ല, കാര്യം സ്വകാര്യവൽക്കരിക്കുന്നില്ലെങ്കിൽ 0.5% വീണ്ടും കുറച്ചു. കേരളത്തിന് എടുത്ത് പറഞ്ഞിരിക്കുന്ന കടത്തിൻ്റെ കണക്ക് 19,618 കോടി രൂപ കുറവാണ്. പവർ സെക്ടർ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് 8,300 കോടി രൂപ തരാൻ ബാക്കിയുണ്ട്. കടമെടുപ്പിൻ്റെ 0.5% കുറവ് വരുത്തിയത് വഴി ഇക്കൊല്ലം മാത്രം, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 7,000 കോടി ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര കോടികളാണ്? ഇനി കിട്ടാനൊരു കുടിശ്ശികയില്ല എന്ന് ഇവിടെ BJPക്കാർ പറഞ്ഞല്ലോ. കുടിശ്ശിക ഞാൻ പറയാം. UGC ശമ്പള പരിഷ്കരണം 750 കോടി, തദ്ദേശ ഗ്രാൻഡ് 1921 കോടി, നെല്ല് സംഭരണത്തിൻ്റെ പൈസ 1,100 കോടി, ദുരിതാശ്വാസ കുടിശ്ശിക 139 കോടി, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് 3,000 കോടി, GST നഷ്ടപരിഹാര കുടിശ്ശിക 511 കോടി. ഇതൊന്നും കിട്ടാനുള്ളതല്ലെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതിന് പുറമെയാണ് ഈ പറയുന്ന 15ാം കമ്മീഷൻ വരുത്തിയിരിക്കുന്ന കുറവിന്റെ മേലെ വന്നിരിക്കുന്ന 12,000 കോടി ധനകമ്മീഷന്റെ വിഹിതമായിട്ട് 18,000. പ്രകാശം മാഷേ, ഈ നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലായാലും അല്ലല്ല, നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി അല്ലെന്നേ. അതുപോലെ തന്നെ UGC ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പൈസ കൊടുത്തു, അതിന്റെ കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ല. ഇതിലൊക്കെ പറയുന്നത് ഒന്ന് UGCയുടെ കാര്യത്തിൽ പറഞ്ഞത് കൊടുക്കേണ്ട സമയത്ത് കടലാസുകൾ കൊടുത്തില്ല എന്ന്. പിന്നെ ഈ പറയുന്ന നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഈ കടലാസുകൾ കൃത്യമായി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങ് ഈ പറയുന്ന ഈ GST കോമ്പൻസേഷൻ അതിന്ന് പൂർണ്ണമായും വിട്ടു ധനമന്ത്രിക്ക് ഇല്ലാത്തൊരു വാദം അങ്ങ് പറയരുത്. AG വഴി ഇതിന്റെ കണക്കുകളെല്ലാം കൊടുത്തു, അതിന്റെ ഭാഗമായി ഇനി കുടിശ്ശികളൊന്നും കിട്ടാനില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോമ്പൻസേഷൻ കൂട്ടണം എന്ന് പറയുന്ന പൊതു ആവശ്യം നാം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കഥയും കഴിഞ്ഞു. ആര് കോൺഗ്രസ് വെക്കുന്നുണ്ടോ? ഈ BRM ഷെട്ടി വെക്കുന്നുണ്ടോ? BRM ഷെട്ടി നിങ്ങളുടെ ധനകാര്യമന്ത്രി
നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനകത്ത് ധനകാര്യമന്ത്രി ഇത് മൊത്തം സംബന്ധിച്ച് കേന്ദ്ര ഞാൻ പറഞ്ഞ കാര്യം ഗവൺമെന്റ് കിട്ടുന്ന പണം നേരത്തെ ഈ കേരളത്തിനാകെ കിട്ടി വന്ന പിന്നെ വരുമാനത്തിന്റെ 76% കേന്ദ്ര വിഹിതമാണ്. ഇപ്പോഴെത്രയെന്നറിയോ? 49%. ഇത് അന്യായമാണെന്ന് പറയണ്ടേ? സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 76% നേരത്തെ കേന്ദ്രം തന്ന ഫണ്ടാണ്. ഇപ്പോഴത് 49% കുറഞ്ഞിരിക്കുന്നു. ശരി ശരി അത് അന്യായമാണെന്നുള്ളത് ആർക്കാണ്? ശരി ശരി പ്രകാശ് മാഷ് ഇടപെടുകയാണ്. ഞാൻ മറ്റു കൂടെ പോകും.